ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. സർവശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ, വിശേഷിച്ച് സംസാരിക്കാൻ പ്രാപ്തിയുള്ള അസുരന്മാരുടെ ആചാര്യൻ ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. നാം പറയാറുണ്ട് ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്ന്. ശുക്രൻ്റെ ഉച്ചക്ഷേത്ര മീനത്തിലാണ്. അതൊക്കെ കഴിഞ്ഞ് ശുക്രനിത തൻ്റെ നീചക്ഷേത്രത്തിലേക്ക്, ഉച്ചക്ഷേത്രത്തിൻ്റെ 7ാമത്തെ രാശിയിലാണ് ആ ഗ്രഹത്തിൻ്റെ നീചരാശി വരുന്നത്. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനത്തിലാണ്. ഇവിടെ കന്നിയിലാണ് ശുക്രൻ്റെ നീചക്ഷേത്രം എന്ന് നിങ്ങൾ അറിയുക. ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കേണ്ടത്. സ്ത്രീകൾ, ആഭരണങ്ങൾ, ഭൗതിക സുഖം, നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കൾ, യാത്ര, ഓൾ മെറ്റീരിയൽ പാർട്ട് ഓഫ് ലൈഫ്. ഭൗതിക സുഖത്തിന് എന്തൊക്കെയുണ്ട് അതിൻ്റെയൊക്കെ കാരകനാണ് ശുക്രൻ എന്നറിയുക. ശുക്രൻ അനിഷ്ടസ്ഥനായാൽ വലിയ പ്രയാസങ്ങളുണ്ടാവും. പലരും സ്ത്രീ വിഷയത്തിലൊക്കെ പെട്ടുപോകും. പലരുടെയും ബന്ധങ്ങൾ, ഫാമിലി ലൈഫ് തകർന്ന് തരിപ്പണമാകും. ദാമ്പത്യത്തിൽ ധാരാളം ഈ ശുക്രൻ ഈ രാശിയിൽ നിൽക്കുന്ന, കന്നിരാശിയിൽ നിൽക്കുന്ന 32 ദിവസം കേസുകളൊക്കെ ധാരാളം വരും. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പോക്സോ കേസുകൾ വരിക, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, ദമ്പതികൾ പരസ്പരം കലഹിച്ച് കോടതിയിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, പരസ്പരം പഴിചാരുന്ന ഒരു ദൗർഭാഗ്യകരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു 32 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, ജ്യോതിശാസ്ത്രത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. ശുക്രൻ എപ്പോഴാണ് മാറുന്നത്? ശുക്രൻ ഓഗസ്റ്റ് 1-ാം തീയതി മാറി. ഇനി ശുക്രൻ സെപ്റ്റംബർ 2 വരെ 32 ദിനങ്ങളാണ് ശുക്രൻ തൻ്റെ നീചരാശിയിൽ നിൽക്കുന്നത്, കന്നിരാശിയിൽ നിൽക്കുന്നത്. അതിനാൽ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. വ്യക്തിബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. തൻ്റെ ഓപ്പോസിറ്റ് സെക്സിനോട് പെരുമാറുന്നതും ഇതൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ധാരാളം സംഭാവ്യമാണ്. വളരെ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നാം മേടരാശി മുതൽ 12 രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് 2 ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ. ശുക്രൻ അവരുടെ 2ാം ഭാവാധിപനുമാണ്, 7ാം ഭാവാധിപനുമാണ്. മേടൻ രാശിക്കാർക്ക് ശുക്രന് 2 ഭാവങ്ങളുടെ ആധിപത്യം ഞാൻ പറഞ്ഞു. ഒന്ന് ഇടവത്തിൻ്റെ, മറ്റൊന്ന് തുലാത്തിൻ്റെ. അത് 2-7 ഭാവങ്ങളാകുന്നു. 2ാം ഭാവം എന്താണ്? കുടുംബമാണ്, ധനമാണ്, നമ്മുടെ വാക്കാണ്. 7ാം ഭാവം എന്താണ്? നമ്മുടെ ദാമ്പത്യം, ഭാര്യാഭർത്തൃ ബന്ധം, ഇതൊക്കെ ചിന്തിക്കുന്ന ഭാവമാകുന്നു. ശുക്രൻ മേടൻ രാശിക്കാർക്ക് നിൽക്കുന്നത് അങ്ങേയറ്റം ദുർബലമായി 6ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ ഈ ഒരു സമയം നിർബന്ധമായും മേടൻ രാശിക്കാർക്ക് ഈ 32 ദിവസക്കാലം വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകും. അവരുടെ ദാമ്പത്യത്തിൽ വലിയ ക്ഷീണങ്ങൾ വരും. അവരുടെ യാത്ര മുടങ്ങും. യാത്ര പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നൊരവസ്ഥ വരും. അതിനാൽ ഈ ഒരു മഴക്കാലമൊക്കെ ദയവ് ചെയ്ത് ഈ ഫാമിലി ടൂറിനൊക്കെ ശ്രമിക്കരുത്. വെള്ളത്തിലൂടെ വലിയ അപകടങ്ങളൊക്കെ വരും. അപകടങ്ങൾ വന്നാൽ സുനിശ്ചിതമാണ് വാഹനം മറിയുക, വാഹനാപകടങ്ങൾ ഉണ്ടാവുക. രാത്രി യാത്രയിൽ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ശുക്രൻ്റെ കാരകത്വമാണ്. അബല ഭോഗ യാനാനി ശുക്ര. അബല സ്ത്രീ, ഭോഗം, സുഖഭോഗങ്ങൾ, യാനം, വാഹനം. മേഡം നിശാരാശിയാണ്, രാത്രി രാശിയാണ്. അതിനാൽ രാത്രികാലത്ത് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാം. വളരെ ജാഗ്രത പാലിക്കുക. അതുമാത്രമല്ല ധനനഷ്ടവും ധാരാളം വരും. മേടൻ രാശിക്കാർക്ക് 2ാം ഭാവം ധനഭാവമാണ്. അതിനാൽ ധനനഷ്ടമുണ്ടാവുക, ധനം നശിച്ചു പോകുക, ധനം ചതിക്കപ്പെടുക, ധനത്താൽ ചതിക്കപ്പെടുക. മറ്റൊരു വിഷയം, വിലപ്പെട്ട ആഭരണങ്ങൾ നഷ്ടപ്പെടുക. രാത്രി കള്ളന്മാർ തൻ്റെ കാശ് അല്ലെങ്കിൽ ധനം നശിപ്പിക്കുക, ധനം കൊണ്ടുപോവുക മുതലായ ക്ലേശങ്ങളെല്ലാം തന്നെ വരും. ആർക്കും ഒരു പ്രോമിസും കൊടുക്കരുത്. വാക്പതിയാണ് നീചസ്ഥനായി നിൽക്കുന്നത്. തൻ്റെ വാക്കിൻ്റെ തനിക്ക് ധാരാളം ശത്രുക്കൾ വരും. അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടത് 32 ദിവസങ്ങളാണ് മേടൻ രാശിക്കാരുടെ മുന്നിലുള്ളത് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ള മേടൻ രാശിക്കാർ, ദാമ്പത്യത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരും. ഭാര്യാഭർത്തക്കന്മാർ പരസ്പരം എന്ത് ചെയ്യും? പരസ്പരം പഴിചാരി ഡൈവേഴ്സിന് പോകുന്ന സമയമാണ്. പോലീസ് സ്റ്റേഷനിൽ പോവുക, കോടതിയിൽ പോവുക. അതിനുമപ്പുറം സ്ത്രീയായാലും പുരുഷനായാലും പല സൗഹൃദങ്ങളും, അതിന് വിട്ട സൗഹൃദങ്ങൾ ഉണ്ടാവുക. അതിലൂടെ വലിയ ബുദ്ധിമുട്ടുകൾ വരിക. അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലവും അങ്ങനെയാണ്. സദാ ദാനവേദ്യ സുധാസിത്ത ശത്രു. അമൃതിൽ കുളിച്ച് ശത്രു ഉണ്ടാകും തനിക്കെന്നാണ് പറഞ്ഞത്.
വ്യയോ ശത്രുകോച ഉത്തമോത്തോ ഭവേദം. അങ്ങേയറ്റം ചെലവ്, ദുർച്ചെലവുകൾ ധാരാളം വരും. വിപദ്യേത സമ്പാദിതം ചാപി കൃത്യം തപേൻ മന്ത്രത പൂജ്യ സൗഖ്യം ദത്തേ. പലപ്പോഴും പൂജ്യന്മാരുടെ, ബഹുമാനിക്കേണ്ടവരുടെ സുഖം തനിക്ക് ലഭിക്കില്ല. താൻ അങ്ങേയറ്റം ആരാധിക്കുന്ന ഗുരുജനങ്ങൾ, താൻ ബഹുമാനിക്കുന്ന ജനങ്ങൾ, അവരുടെ ഒരു അപ്രിയമാണ് തനിക്കുണ്ടാവുക. അതിനാൽ ഗുരുജനങ്ങളുമായി ബന്ധപ്പെടുന്ന റിലേഷൻസ്, ബന്ധങ്ങൾ വളരെ സുതാര്യമാക്കാൻ ശ്രമിക്കുക. അനാവശ്യമായി വാദപ്രതിവാദത്തിന് പോകരുത്. കാരണം ഗുരുവിൻ്റെ മനസ്സ് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന 32 ദിവസങ്ങളല്ല നിങ്ങളുടെ കൂടെയുള്ളതെന്ന് പ്രത്യേകം അറിയണം. മന്ത്രത്തിൽ നിന്നും, പൂജാതി വിഷയങ്ങളിൽ നിന്നും, ജപത്തിൽ നിന്നും ഒരു സുഖവും ലഭിക്കില്ല. അങ്ങനെയൊരു ഫലവുമുണ്ട്. അതിനാൽ പൂജാരിമാരൊക്കെ, ആത്മീയമായ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ ഏർപ്പെടുന്നവർ, ഇവരൊക്കെ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തനിക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകും. വളരെ ജാഗ്രതയോടുകൂടി 35 ദിവസം ശ്രദ്ധിക്കുക. മേടൻ രാശിക്കാർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ എന്ത് ചെയ്യണം? മുട്ടറക്കണം. മുട്ടറത്തിട്ട് ദോഷം തീർക്കണം. ശത്രു സംഹാര കുരുതി പുഷ്പാഞ്ജലി ചെയ്യണം. ശത്രു മുട്ടി ചെയ്യണം ഭദ്രകാളി ക്ഷേത്രത്തിൽ. നിർബന്ധമായും പാലിക്കുക. ഇവിടെ ഭദ്രകാളി മന്ത്രം ചെയ്യുന്നത് വളരെ ഉപകാരമാണ്. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് കാരണവന്മാർ പറയാറുണ്ട്. അത് മേടൻ രാശിക്കാർക്ക് ഏറ്റവും അധികം അനുഭവിക്കേണ്ടി വരുന്ന, ശ്രദ്ധിക്കേണ്ടി വരുന്ന സമയമാണിതെന്ന് അറിയുക. നന്ദി, നമസ്തേ.